ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ചായക്കടകളിൽ കാണുന്ന നെയ്വടയുടെ റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നെയ്വടയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 2 സ്പൂൺ പഞ്ചസാര, മുട്ടയുടെ മഞ്ഞ കളഞ്ഞ് വെള്ളം മാത്രം എടുക്കുക, 1 സ്പൂൺ ബട്ടർ, 3 സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് എടുക്കുക, 1/4 കപ്പ് നെയ്യ്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. മെഷർമെൻ്റ് ഒന്നും തെറ്റാതെ ഉണ്ടാക്കി നോക്കുക. ആദ്യം നമുക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ നന്നായി അരിച്ചെടുക്കുക. നമ്മൾ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലൂസ് മൈദ യൂസ് ചെയ്യാതെ പാക്കറ്റ് മൈദ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടറൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ബട്ടറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ബട്ടർ മിക്സ് ചെയ്ത പോലെ തന്നെ നെയ്യും നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒരു പുട്ടുപൊടിയുടെ രൂപത്തിലൊക്കെ ആവും ഇത്. ഇപ്പം നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കണ്ടില്ല, ഇതൊരു പുട്ടുപൊടിയുടെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തൈരിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, മുട്ടയുടെ വെള്ളയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നെയ്യൊക്കെ ചേർത്ത് പൊടിയിലേക്ക് ഇത് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 1/2 മണിക്കൂർ അടച്ചു വെക്കാം. എന്നാൽ ഇത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. നമ്മൾ മാവൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നെയ്വടക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, നാരങ്ങയുടെ 4/1 ഭാഗം മുറിച്ചത്, ഏലക്കായ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് നമുക്ക് പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏലക്കായം ഇട്ട് കൊടുക്കുക. നമുക്ക് നെയ്വടക്ക് ഷുഗർ സിറപ്പിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു നൂൽപ്പരുവാണ്. പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക.
ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നത് പഞ്ചസാരയിൽ വല്ല അഴുക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞു കിട്ടും. നല്ല വൈറ്റ് കളറാകും ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിങ്ങനെ ഒരു 8 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഒരു നൂൽപ്പരുവമായി മാറും. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒന്ന് തിളച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് ഇരുന്നാൽ തന്നെ നല്ല കട്ടിയാവും. അപ്പോഴേക്കും ഇത് ഒരു നൂൽപ്പരുവമായി മാറിയിട്ടുണ്ടാവും. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഞാനിവിടെ മാവിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. നമ്മൾ കടകളിലൊക്കെ വലിയ നെയ്വട ആയിട്ടാണ് കാണുന്നത്. ഒരു മീഡിയം സൈസ് നെയ്വടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് കൊണ്ട് ഞാൻ 11 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് 11 നെയ്വട ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിന് നെയ്വടയുടെ ഷേപ്പിലോട്ടൊന്ന് മാറ്റാം. ഇതിനൊരു വട രൂപത്തിലെടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യുക. ഇപ്പം നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് വടകൾ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വട നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് അടുത്തതും ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നെയ്വട ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്ത് മാറ്റുന്ന ടൈം എന്ന് പറഞ്ഞാൽ അടുത്തത് ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലേക്ക് ഇടുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇട്ട് വെച്ച നെയ്വട എടുത്ത് മാറ്റുക. നമ്മുടെ നെയ്വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള നെയ്വടയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.